മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കുകയാണ്. 44 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് സ്കൂളിലെത്തുക. 3 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇക്കുറി 1-ാം ക്ലാസ്സിൽ പ്രവേശനം തേടിയതെന്നാണ് ഏകദേശ കണക്കുകൾ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ. ഷംസുദ്ദീൻ അധ്യക്ഷനാകും. മന്ത്രിമാരായ കെ. മുരളീധരൻ, സി.പി. ജോൺ തുടങ്ങിയവരും പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കും. എല്ലാ ജില്ലകളിലും ജില്ലാതല സ്കൂൾ തല പ്രവേശനോത്സവങ്ങളും എല്ലാം നടക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. 2 മാസം നീണ്ട മധ്യവേനൽ അവധിക്ക് ശേഷം അങ്ങനെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. 3 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇക്കുറി 1-ാം ക്ലാസ്സിൽ പ്രവേശനം തേടിയിരിക്കുന്നത് എന്നാണ് ഏകദേശ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 44 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് നാളെ തിരികെ സ്കൂളിലെത്താൻ പോകുന്നത്. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇക്കുറി നടക്കുന്നത് തിരുവനന്തപുരത്തെ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശനായിരിക്കും സംസ്ഥാനതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. വിദ്യാഭ്യാസ മന്ത്രി എൻ. ഷംസുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാരും കെ. മുരളീധരൻ, അതുപോലെ തന്നെ സി.പി. ജോൺ തുടങ്ങിയ മന്ത്രിമാരും മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖരെല്ലാം തന്നെ ഈ സംസ്ഥാനതല പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കും. അതിനു പുറമെ ജില്ലാതല പ്രവേശനോത്സവങ്ങളും സ്കൂൾ തല പ്രവേശനോത്സവങ്ങളും എല്ലാം വിവിധ രീതിയിൽ തന്നെ നടത്താനാണ് തീരുമാനം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ ഗവൺമെൻറ് അധികാരത്തിലേറി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വരുന്ന ഒരു പ്രവേശനോത്സവമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയായിരിക്കും പുതിയ ഗവൺമെൻറ്റിൻ്റെ രീതികൾ, എങ്ങനെയായിരിക്കും പുതിയ പ്രവേശനോത്സവം എന്നതൊക്കെ കാണാനൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. എന്തായാലും കൂടുതൽ ആവേശത്തോടെ, കൂടുതൽ സാധ്യതകളോടെ, കൂടുതൽ പ്രതീക്ഷകളോടെ പുതിയൊരു അധ്യയന വർഷം, പുതിയൊരു പാഠ്യവർഷം തുടങ്ങുകയാണ്. നാളെ പ്രവേശനോത്സവത്തോടു കൂടി ഏതാണ്ട് 44 ലക്ഷത്തോളം കുരുന്നുകൾ തിരികെ വിദ്യാലയങ്ങളിലേക്ക് എത്തുകയാണ്.